വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാനും സംഗിയും കൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. കുഞ്ഞിനെയും കാത്ത് ആൾ വരുന്നില്ല. കുറേ നേരം ഇങ്ങനെ നിൽക്കേണ്ടി വന്നു. ഇപ്പം വരാം എന്ന് പറഞ്ഞിട്ട് ആളിങ്ങ് വന്നപ്പോഴത്തേക്ക് കുറച്ച് സമയം എടുത്തു. എന്നും ഞങ്ങളെ കാത്ത് റോഡിലാണ് നിൽക്കുന്നത്. ഇന്ന് ഞങ്ങൾ വന്ന് നേരത്തെ നിന്നതുകൊണ്ട് കാരണം ഞാൻ കുറച്ച് ഷോ കാണിച്ചു. എന്താ ഇത്ര നേരം വൈകിയത്, ഞാൻ കുറേ നേരമായില്ലേ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു എന്നും ഞാൻ വന്നല്ലേ നിൽക്കുന്നേ എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ പിന്നെ ഞാൻ ഒന്നും അനങ്ങില്ല. ഇന്ന് ആൾ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു കേട്ടോ. നല്ല തലവേദനയുണ്ട്. ഞാൻ വിചാരിച്ചു ഞാൻ ആരുമായിട്ടെങ്കിലും വഴക്കം കാണാൻ ഉണ്ടായോ, എന്താ സീനെന്നൊന്നും അറിയത്തില്ലല്ലോ. പക്ഷേ ആൾ മൂഡ് ഓഫ് കാരണം തലവേദന ആയിരുന്നു. പിന്നെ ഈ പറയുന്ന വഴക്കും കാര്യങ്ങളൊന്നും ആരുമായിട്ട് ഉണ്ടാവത്തില്ല. ആകെപ്പാടെ മിണ്ടുന്നത് ഞാൻ മാത്രമാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെയെന്ന് വെച്ചാൽ അങ്ങനെയല്ല കേട്ടോ. അങ്ങനെ കൂട്ടുകെട്ടും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല. ആരുടെ അടുത്തും വഴക്കിന് വയ്യാവലിക്ക് ഒന്നും പോകുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരാളാണ്. ഭയങ്കര സൈലൻ്റ് ആയിട്ടൊരു ക്യാരക്ടറാണ്. ഞാൻ വയലൻറ്റുമാണ്. ഞങ്ങൾ തമ്മിലുള്ള ഒരു വ്യത്യാസം അതാണ് കേട്ടോ. പിന്നെ എൻ്റെ കൂടി ഇപ്പോൾ കുറച്ച് സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. എന്നാലും അത്ര അങ്ങോട്ടൊന്നും പോരാ, എൻ്റെ അത്ര ഒന്നും വരത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. പണ്ട് ഞാനും ഇങ്ങനെയായിരുന്നു, ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. ഇപ്പം എൻ്റെ കൂടെ പഠിച്ച പിള്ളേരൊക്കെ എൻ്റെ അടുത്ത് ഇപ്പോൾ ചോദിക്കുന്ന കാര്യം, നീ എന്താണ് ഇങ്ങനെ ആയത്, പണ്ട് നീ ഇങ്ങനെയൊന്നല്ലല്ലോ, ഒരുപാട് മാറ്റം ഉണ്ടായിരുന്നു, ഒരുപാട് മാറ്റമായല്ലോ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ തോന്നിയത്? പണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആണെന്ന് വെച്ചാൽ ആരോടും അങ്ങനെ മിണ്ടത്തൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഒന്നിനും പോകത്തില്ല, ഇങ്ങനെ അനങ്ങാതെ ഭയങ്കര സൈലൻ്റായിട്ടിരിക്കും. പണ്ട് ഈ അടുത്തുള്ള ആൾക്കാരൊക്കെ പറയായിരുന്നു, ആ കൊച്ചവിടെ ഉണ്ടോയെന്ന് അറിയണേ അതിൻ്റെ വായിൽ കൈയിട്ട് നോക്കണം, അത്രയ്ക്ക് അറിയാൻ പറ്റത്തില്ല, അത് ഉണ്ടോയെന്ന് തന്നെ വായിൽ നിന്ന് സൗണ്ട് കേൾക്കത്തില്ല എന്നൊക്കെ പറയും. പക്ഷേ ഇപ്പം ഞാൻ കുറച്ച് വയലൻ്റ് ആണ്. നമ്മൾ മിണ്ടാതൊക്കെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനല്ലേ, നമുക്ക് ആകെപ്പാടുള്ളൊരു ജീവിതമാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരോടും സംസാരിച്ച് സഹകരിച്ച് അങ്ങ് തീർക്കണം, അത്ര തന്നെ. പിന്നെ ഈ പറയുന്ന പോലെ പ്രതികരിക്കാറില്ലായിരുന്നു പണ്ട്, ഇപ്പം പ്രതികരിക്കാറുണ്ട്. എന്തെന്ന് വെച്ചാലേ നമ്മളിങ്ങനെ പ്രതികരിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ കയറി തിരുവാതിര കളിക്കും ആൾക്കാർ. അതുകൊണ്ട് ഞാൻ ഇപ്പം പ്രതികരിക്കാറുണ്ട്. നമ്മൾ കുറേയൊക്കെ മിണ്ടാതെയും ക്ഷമിച്ചൊക്കെ ഇരിക്കുമ്പോൾ ആൾക്കാർ അതൊരു മുതലാക്കി എടുത്തിട്ട് നമ്മളെ വീണ്ടും വീണ്ടും ഇങ്ങനെ കുത്തി വേദനിപ്പിച്ചുകൊണ്ടേ ഇരിക്കും. നമുക്കുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമായിരുന്നു ഞാനിങ്ങനെ മിണ്ടാതെയൊക്കെ ഇരുന്നിട്ടുള്ളത്. ഇപ്പം മിണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറേ മാറ്റങ്ങളൊക്കെ ഇപ്പോഴും വന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതെനിക്ക് നല്ല മാറ്റമായിട്ടാണ് തോന്നുന്നത്. അനുഭവം ഗുരു എന്ന് നമ്മൾ പറയത്തില്ലേ, ആ ഒരു അനുഭവം തന്നെയാണ് എന്നെ ഇങ്ങനെ ആക്കി തീർത്തതും. കുറേ പേരുടെ സംശയമാണ് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ക്ലിയർ ചെയ്ത് കേട്ടോ. എൻ്റെ അനുഭവത്തിൽ വെച്ചിട്ട് ഞാൻ മാറിയതാണ്. പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്നപ്പം തന്നെ എനിക്കൊരു ഗിഫ്റ്റ് എന്നൊക്കെ പറയാം കേട്ടോ, എനിക്ക് പൊട്ടിക്കാനുണ്ടായിരുന്നു. നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഡൽഹിയിൽ നിന്ന് വന്നത് കേട്ടോ. നമ്മുടെ ഒരു ഫാമിലി മെമ്പർ നമുക്ക് അയച്ചു തന്നെയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഗിഫ്റ്റ് എനിക്ക് കിട്ടുന്നത്. ചെറിയൊരു കാര്യമാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ചെറുതാണെങ്കിലും ഞാൻ വലുതായിട്ട് വാല്യൂ കൊടുക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ചെറിയൊരു കാര്യമാണെങ്കിലും ഭയങ്കര സന്തോഷം തരും കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കിത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഇത് കൊണ്ടുതന്ന ഒരാൾ നമ്മുടെ ഫാമിലി മെമ്പർ ആയിട്ടോ. ആളല്ലേ പോസ്റ്റ് കൊണ്ടുവന്നപ്പോഴാണ് ഞാനിങ്ങനെ ഒരു കൊറിയർ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോഴും നമുക്ക് അറിയില്ലല്ലോ, ചെന്ന് കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലായത് നമ്മുടെ ഒരു ഫാമിലി മെമ്പറാണ്. ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. കാരണം നമ്മുടെ പോസ്റ്റ് ഓഫീസ് അതല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നിട്ടും ആൾ നമുക്ക് കൊണ്ടു തന്നു. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ അങ്ങനെ ഓരോരുത്തരെയും കാണുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ നമുക്ക് തന്ന ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ് ഇത് കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ്, ചോക്ലേറ്റ്, പിന്നെ സോപ്പ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആളെൻ്റെ മനസ്സറിഞ്ഞ് തന്നൊരു സാധനമായിരുന്നു. എനിക്ക് വേദനയുടെ ഒരു ഓയിൽമെൻ്റ് അല്ല, ഒരു മരുന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് അവിടെ ഇവിടെ എപ്പോഴും വേദനയാണല്ലോ. എനിക്ക് അത് കണ്ടപ്പോഴാണ് ഒരുപാട് സന്തോഷം തോന്നിയത് കേട്ടോ. കാരണം എന്നെ അത്രത്തോളം മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് തോന്നുന്നു. കാരണം എനിക്ക് ബാക്ക് പെയിനും അങ്ങനെ കാലുവേദന അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അന്നേരം അത് കണ്ടപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു മണം നല്ല രസമാണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഏലക്കയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഗിഫ്റ്റ് അടിപൊളി ഒരു ഐറ്റം തന്നെ കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഈ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഈ ഒരു ബോട്ടിൽ, ഈ സ്പ്രേ ബോട്ടിലാട്ടോ. അപ്പോൾ നല്ല മണം ഉണ്ടായിരുന്നു സ്പ്രേക്ക്. അതേപോലെ ഇതിൻ്റെ ഒരു ബോട്ടിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബോട്ടിലാണ് ഇത്. ഞാൻ ഒരിക്കലും കളയത്തില്ല കേട്ടോ, ഉപേക്ഷിക്കത്തില്ല. അത് ഞാൻ ഇത് പൊട്ടിപ്പോകുന്നത് വരെ സൂക്ഷിച്ച് വെച്ചേക്കും. നമ്മൾ സൂക്ഷിച്ച് വെച്ചാലും നമ്മുടെ കയ്യിൽ നിന്ന് ചിലത് നഷ്ടപ്പെടുമല്ലോ. പക്ഷേ ഞാനിത് സൂക്ഷിച്ചെന്നും നിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് വെക്കും കേട്ടോ. ഇപ്പോഴും എനിക്ക് ഓരോരുത്തരും ഇങ്ങനെ ഗിഫ്റ്റ് തന്നതൊക്കെ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട് കേട്ടോ. വർഷങ്ങളായിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ നമുക്കൊരു സാധനം തരുമ്പോൾ അത് ഇനി അതിൻ്റെ ഉപയോഗം കഴിഞ്ഞാലും ഞാനിങ്ങനെ സൂക്ഷിച്ച് വെക്കും, ഇന്ന ആൾ തന്നെയാണെന്നും പറഞ്ഞിട്ട്. അങ്ങനെ സൂക്ഷിച്ചിരുന്ന ഒരുപാട് സാധനങ്ങൾ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്, വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതും ഞാൻ അതുപോലെ സൂക്ഷിച്ച് വെക്കും, ഒരു ഓർമ്മയ്ക്കായി. പിന്നെ നമുക്ക് ഗിഫ്റ്റ് തന്നതായിരുന്നു ഞാൻ പറഞ്ഞില്ലല്ലോ പേര്. അപ്പം എലിസബത്ത് ബിനീഷ് എന്ന് പറഞ്ഞ കുട്ടിയായിട്ട് നമുക്ക് ഗിഫ്റ്റ് തന്നത്. ഒരുപാട് സന്തോഷമുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു.
കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടുമായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ പാക്കിങ് അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇത് നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ പിന്നെ എടുത്തൊക്കെ വെക്കണമല്ലോ. പച്ചക്കറി കുറച്ച് അരിഞ്ഞ് വെക്കാമെന്നും പറഞ്ഞിരിക്കുകയാണ് സാമ്പാറിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റി. പിന്നീട് ബാക്കിയുള്ളതൊക്കെ ഞാൻ എടുത്ത് വെക്കുകയാണ്. 100 രൂപയ്ക്കൊന്നും ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ. ഞാൻ കിറ്റാണ് മേടിച്ചത്. കിറ്റിൽ പിന്നെ കുഴപ്പമില്ല. വെട്ട് സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീട് അല്ലറ ചില്ലറ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ. ഒരു പച്ചമുളക് മാത്രമേ ഉള്ളായിരുന്നു ഇതിനകത്ത് കേട്ടോ. പച്ചമുളകിൻ്റെ ഒരു പൊടിയെങ്കിലും കാണുമല്ലോ എന്ന് വെച്ചാൽ ഒരു പൊടിക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. അല്ലാതെ സംഭവങ്ങളും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ എല്ലായിടത്തുനിന്ന് മാറ്റി വെച്ചു. പിന്നീട് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കുറേ പേര് നമുക്കടുത്ത് ബർത്ത്ഡേ വിഷസ് അറിയിക്കാൻ പറഞ്ഞു. എനിക്കിപ്പോൾ തലവേദനയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഫോൺ നോക്കാൻ പറ്റാത്തതുകൊണ്ട് ചിലതൊക്കെ ഞാൻ കണ്ടില്ല കേട്ടോ, കമൻസൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിനകത്തോട്ട് ഞാൻ ഉൾപ്പെടുത്താം. വൈകി പോയെങ്കിൽ ക്ഷമിക്കണം. വൈകി പോയവരുടെ ഉണ്ട്, അല്ലാത്ത നമ്മുടെ ഇന്നത്തെയും നാളത്തെയും ഒക്കെ ഉള്ളവരുടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെല്ലാവരെയും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താം. അപ്പോൾ അശ്വതി റെജിയുടെ മകളായ ആർദ്ര മോളുടെ ബർത്ത്ഡേ ആണ് ജൂലൈ 28 പറഞ്ഞു. ഇത് നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ആണെങ്കിലും എൻ്റെ ഒരു ചേച്ചിയെ പോലാണ് കേട്ടോ. എല്ലാ കാര്യത്തിലും ഇങ്ങനെ വിളിച്ച് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അശ്വതി ചേച്ചിയുടെ മോൾക്ക് വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ ജിനി മേരിയുടെ മകനായ ബെൻ മോഹൻ്റെ ബർത്ത്ഡേ ജൂലൈ 22-നും അതുപോലെ തന്നെ അക്ഷേതയുടെ മകൻ്റെ പേര് പറഞ്ഞിട്ടില്ല, മകൻ്റെ ബർത്ത്ഡേ ജൂലൈ 28-നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സരിത അനീഷിൻ്റെ ബർത്ത്ഡേ ജൂലൈ 20-നും ആമിന ഫിദയുടെ മകനായ ആദംത്തിൻ്റെ ബർത്ത്ഡേ ജൂലൈ 31-നും ബിജില ശ്രീജിത്തിൻ്റെ ബർത്ത്ഡേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ മോൾക്കൊരു ഹായ് പറയാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൾക്കൊരു ഹായ് ഉണ്ട്. പിന്നെ എല്ലാവർക്കും നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ. ഒരുപാട് നാളിങ്ങനെ സന്തോഷം സമാധാനമായിട്ട് ദീർഘായുസ് നൽകി നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ വെഡിങ് ആനിവേഴ്സറി വിഷസും ഉണ്ട്. അനീസ റഫീഖിൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ് ജൂലൈ 28-ന്. അതുപോലെ തന്നെ സെയിം പേരിൽ നിന്ന് അനീസ റഫീഖ് എന്ന് പറഞ്ഞ പേരിൽ നിന്ന് തന്നെ നമുക്കൊരു വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിക്കാൻ പറഞ്ഞായിരുന്നു. അത് പക്ഷേ ജൂലൈ 27 എന്ന് പറഞ്ഞാണ് ഡേറ്റ് കിടക്കുന്നത്. രണ്ടും ഒരാളാണോ അതോ രണ്ടുപേരാണോ എനിക്കറിയില്ല. ആണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ വിഷസ് അറിയിക്കുകയാണ്. അതുപോലെ ബർത്ത്ഡേ 28-നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഒരുപാട് നാളിങ്ങനെ സന്തോഷം സമാധാനമായിട്ട് നിങ്ങൾ ദീർഘായുസ് നൽകി നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇന്നത്തെ വിഷസൊക്കെ കഴിഞ്ഞു. ഇനി ബാക്കി എങ്ങാനും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. കമൻറ്റ്സ് എനിക്ക് അങ്ങോട്ട് നോക്കാൻ പറ്റുന്നില്ല. ഞാൻ കാണാറുണ്ട്, പക്ഷേ എനിക്കതിന് റിപ്ലൈ തരാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നാലും കാണുന്നതൊക്കെ ഞാൻ എഴുതി വെക്കാറുണ്ട്. ഫോൺ ഒരാഴ്ച കൊണ്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നല്ല തലവേദന ഇങ്ങനെ കൂടി നിൽക്കുകയല്ലേ. അതുകൊണ്ട് ഇപ്പോൾ അത് യൂസ് ചെയ്യാതിരിക്കുമ്പോൾ ഇത്തിരി ഒരു ആശ്വാസമൊക്കെ ഉണ്ട്. തലകറക്കും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാരണം എനിക്ക് ഇപ്പം വീഡിയോസ് അങ്ങനെ കണ്ടിന്യൂസ് ഇടാനും പോലും പറ്റുന്നില്ല. അതുകൊണ്ടൊക്കെയാണ് ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താണെന്ന് അറിഞ്ഞാലേ ഇനി എന്താണെന്ന് എനിക്ക് നിങ്ങളുടെ അടുത്ത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം നിങ്ങൾ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് പ്രശ്നം. എനിക്കറിയില്ല കേട്ടോ. ഇനി തലകറക്കമൊക്കെ എന്തിൻ്റെ ആണെന്ന് എനിക്കറിയില്ല. BP ലോ ആണോ ഇയർ ബാലൻസിൻ്റെ പ്രശ്നമാണോ എന്ന് അറിയത്തില്ല. ENT പോയിന്ന് കാണണം എന്നും പറഞ്ഞിട്ടൊക്കെ ഇരിക്കുകയാണ്. പിന്നെ കുഞ്ഞിന് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കമൻറ്റ്സ് വരുന്നുണ്ട്. കുഞ്ഞിന് വേദനയും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ആൾക്ക് ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ നല്ല വേദനയുണ്ട്. ഇടയ്ക്കൊക്കെ നമ്മൾ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യാത്തതിൻ്റെ കാര്യമൊക്കെ അതൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ബാക്ക് പെയിനും കാലുവേദനയൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. എന്നാലും അങ്ങനെ അതുകൊണ്ട് ലീവ് എടുത്തൊക്കെ വീട്ടിലിരിക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിങ്ങനെ കുറേ നാൾ ഉണ്ടാവും എന്നൊക്കെ ഞാൻ ഡോക്ടർ പറഞ്ഞു. പിന്നെ ഇപ്പോഴും ഓക്കെ ആയിട്ടില്ലല്ലോ ആൾക്ക്. ഇനിയിപ്പം നമ്മൾ ഇനി അടുത്തതായിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോഴേ എന്താണെന്നൊക്കെ പറയാനും പറ്റത്തുള്ളൂ. അപ്പോൾ 6 മന്തിന് ശേഷമായിരിക്കും നമ്മൾ ഇനി പോകുന്നത്. അപ്പം മൊത്തത്തിൽ മാറി കുഴപ്പമൊന്നും ഇല്ല എന്ന് ഡോക്ടറെ വായിന്ന് വീഴാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്നൊക്കെ അറിയാം. എന്നാലും പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ജോലിയൊക്കെ ഒതുക്കിയൊക്കെ നിന്നപ്പോഴത്തേക്ക് കുഞ്ഞൻ കോഫി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ആൾക്ക് ഞാനൊരു കോഫിയൊക്കെ ഇട്ടുകൊണ്ട് കൊടുക്കുമായിരുന്നു കേട്ടോ. ഞാനും കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, സീ യു.